ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് വീഡിയോ, ഡെയിലി ബ്ലോഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയില്ല. ഒരു ഫുൾ ഡേ എടുക്കണമെന്നൊക്കെ ഉണ്ട്. കുറേ കാലമായി എടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ മറന്നു പോകും, ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകും. എന്നാലും നോക്കാം എന്നൊരു ഫുൾ ഡേ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങി, ചായയൊക്കെ കുടിക്കാനുണ്ട്. പണിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങി രാവിലത്തെ. അപ്പോൾ ഇതാ മിലുവിന് നല്ല പനിയാണ് കേട്ടോ. നല്ല പനിയല്ല, ഒരു പനിയായിരുന്നു ഒരാഴ്ച മുൻപ്. അത് കുറഞ്ഞ് വന്ന് മാറിയതായിരുന്നു, പക്ഷേ വീണ്ടും ഇപ്പോൾ ചെറിയ രീതിയിൽ വീണ്ടും പനിയുണ്ട്. പിന്നെ ഇങ്ങനെ ആ പനി വന്നു പോയതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നിടയ്ക്ക് ചിലപ്പം വീണ്ടും ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. എങ്ങനെയെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഒരു പനി വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് നോക്കാം. എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഫുൾ ഡേ കവർ ചെയ്യാനൊക്കെ നോക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലത്തെ എല്ലാ പണികളും ഒരുവിധം കഴിഞ്ഞതുണ്ട്. അപ്പോൾ ആ മിലു നേരത്തെ അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം മോൻ ആ ഒരു അസുഖമായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പുറകിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഒന്നിങ്ങനെയൊന്നുമല്ല കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഇരുന്ന് കളിച്ചോളും, അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്താൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാരി കൊടുക്കുക, അങ്ങനെയൊന്നും വേണ്ട. ഓനെ അവിടെ ഇങ്ങനെ ടി വി ഒക്കെ ഇരുന്നിട്ട് സ്വയം അങ്ങനെ എടുത്ത് തിന്നോളൂ കേട്ടോ. പക്ഷേ ഈ ഒരു പനീൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പിറകുന്നൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൻ്റെ വെള്ളം തിളപ്പിച്ചൊക്കെ വെക്കണമായിരുന്നു. അങ്ങനത്തെ ചെറിയ പണികളാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ അത് ഓന് ഇപ്പം പനിയും കൂടെ ആയതുകൊണ്ട് തിളച്ച വെള്ളം മാത്രമേ കൊടുക്കൂ. അപ്പോൾ ആദ്യം തന്നെ തിളച്ച വെള്ളം അല്ലെങ്കിൽ ഇത്തിരി ചൂടുള്ള വെള്ളം പോലും കുടിക്കില്ല കേട്ടോ. അത് ഒരു പച്ചവെള്ളം തന്നെ വേണമെന്ന് പറയും. അപ്പം ഞാൻ അവനെ പറ്റിക്കാറാണ് പതിവ്. തിളച്ച വെള്ളം നല്ല രീതിയിൽ തണിയല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് കൊടുക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ അത് തിളപ്പിച്ച് വെച്ചിട്ടെങ്കിൽ പിന്നെ പ്രശ്നമായിരിക്കും. കാരണം വെള്ളത്തിന് ചോദിക്കുമ്പോഴേക്കും ആ ഒരു വെള്ളം തണിയില്ലല്ലോ. അപ്പം ഞാനത് ആദ്യം തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അത് ആക്കി വെച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓനങ്ങനെ നല്ല രീതിയിലുള്ള പനിയൊന്നും ഈ ഒരു ടൈം വരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പനിയായിരുന്നു 2-3 ദിവസം മുന്നേ നല്ല രീതിയിൽ പനിച്ചു. പനിയൊക്കെ മാറി. ജസ്റ്റ് പനി മാത്രം, ഒരു തുമ്മലോ ഛർദിയോ അല്ലെങ്കിൽ ഒരു മൂക്കൊലിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പനി മാത്രം. പക്ഷേ പനി നല്ല പനിയായിരുന്നു. പക്ഷേ അതൊരു 3 ദിവസം കൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. 4ാം ദിവസം ഞാനൊന്നവനെ ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ചു. അതായത് പനി മാറിയതാണല്ലോ, വേറെ ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനൊന്നവനെ കുളിപ്പിച്ചു. അപ്പോൾ ആ ഒരു കുളിപ്പിച്ച് ടൈമിലല്ല, അന്ന് കുളിപ്പിച്ച് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ചെറിയ രീതിയിൽ തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങി. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോൾ ചെറിയ രീതിയിൽ വീണ്ടും പനിക്കാൻ തുടങ്ങി. അപ്പോൾ അതായത് ഇന്നലെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പിന്നെ പനി വന്നതാണല്ലോ, കുളിപ്പിച്ചുകൊണ്ടൊക്കെ ജസ്റ്റ് ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാത്രി ആയപ്പോഴേക്കും നല്ല രീതിയിൽ ചുമ തുടങ്ങി. നല്ല ചുമയായിരുന്നു കേട്ടോ. ചുമ എന്ന് പറഞ്ഞാൽ നല്ല ഉറങ്ങാൻ പറ്റാത്ത അത്രയും ചുമയായിരുന്നു. പിന്നെ മൂക്കൊക്കെ അടയുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ആയപ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറവുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അധികമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയിട്ട് കാണിക്കാം, വേറെ ഡോക്ടറെ മാറ്റി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഡോക്ടറെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഏതോ ഒരു മൂഡ് റെഡി ആയി വന്നപ്പോൾ ഓനത് അവിടെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ടി വി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ടൈം കൊണ്ട് ഒന്ന് മുഴുവനായി അടിച്ചു വാരി തുടച്ചിട്ട് എന്നിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ പകുതി പണി കഴിഞ്ഞ പോലെയാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചോറും കറിയൊക്കെ പിന്നെ ഉണ്ടാക്കാം. ഈ ഒരു അടിച്ചു വാരി തുടക്കലൊക്കെ പിന്നെ മടിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ അതൊക്കെ കഴിച്ച് വെക്കാമെന്ന്. പിന്നെ മിലു നല്ലൊരു മൂഡിൽ കുറച്ച് സമയം ടി വിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അടിച്ചു വാരിയൊക്കെ തുടങ്ങിയിട്ടോ. അടിച്ചു വാരുന്നതിനേക്കാളും വലിയ പണിയാണ് ഇതൊക്കെ. ഓൻ്റെ അടുത്തുണ്ടായിരുന്ന 100 ടോയ്സ് ഉണ്ട്. അതൊക്കെ എല്ലാ റൂമിലും അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ എത്ര എടുത്തിട്ട് പൊക്കത്ത് വെച്ചാലും അത് പിന്നെയും താഴ്ത്തി ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് വെക്കാറില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് തൽക്കാലത്തേക്ക് ഇതേപോലെ സോഫേൻ്റെ മണ്ടക്ക് വെക്കുന്നല്ലാണ്ട് വേറെ ഇതിന് പൊക്കത്തെടുത്ത് വെച്ചാൽ അന്നേരം ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ മുഴുവനായിട്ട് അടിച്ച് വാരി തുടച്ചു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അമ്മമാർ തന്നെയായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. സാധാരണ ഓന് അങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഓനെയും കൊണ്ട് അങ്ങനെ ഒരുപാട് തവണ ഹോസ്പിറ്റലൊന്നും കയറി ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു രീതിയിൽ അവന് പനിച്ചതും എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടുള്ളൊരു പനിയൊന്നും വന്നിട്ടില്ല. പനിയൊക്കെ വന്നാലും ജസ്റ്റ് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഓക്കെ ആവുന്നതാണ്. അതും ചെറിയ പനിയൊക്കെ ആയിരിക്കും. പക്ഷേ അന്ന് നല്ല രീതിയിൽ പനിച്ചു. പിന്നെ ഇപ്പോഴും കുറയാത്തത് കൊണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും ഡോക്ടറെ കാണിക്കണം. 12 ദിവസം മാത്രം പ്രായമുള്ള ടൈമിൽ അവന് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് തൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലുള്ള ഒരു അമ്മേൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. 12 ദിവസം എന്ന് പറയുന്നത് നമുക്ക് കുട്ടീനെ കയ്യിൽ കിട്ടിയിട്ട് 12ാമത്തെ ദിവസം എന്നൊക്കെ നമ്മൾ ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണല്ലേ. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഇവന് കൊറോണയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടീനെയും കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒത്തിരി ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് അടിച്ചു വരെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെടി നനക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ചെടിയിൽ ഞാനിങ്ങനെ വെള്ളം ഒഴിക്കുക, നമ്മൾ ബക്കറ്റിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ്. കാരണം നമുക്കിവിടെ
വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ കോരിയിട്ടാണ്, അതായത് വെള്ളം കോരി ബക്കറ്റിലാക്കിയിട്ടാണ് ഞാൻ നനക്കാറ്. കാരണം ആ ഒരു ടൈമിൽ വെള്ളം കുറച്ചും കൂടെ കിണറ്റിലുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെറുതെ കോരി നനക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ നനച്ചു. ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ചായ കുടിക്കാൻ പോകണം. എന്നിട്ട് മിലുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, 12ാമത്തെ ദിവസം എത്തിയപ്പോൾ എൻ്റെ മോന് കൊറോണ വന്നത് എങ്ങനെയാണ് അവന് കൊറോണ സ്ഥിരീകരിച്ചത് എന്ന് വെച്ചാൽ, അവന് പ്രത്യേകിച്ച് ഭയങ്കരമായ അസുഖങ്ങളോ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2022 ഞാൻ അവനെ പ്രസവിക്കുന്നത്. ആ ഒരു ടൈമിൽ കൊറോണ ഏകദേശം പോവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ ഭയങ്കര സ്പ്രെഡും അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന ടൈമൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ അറിവിൽ 12 വയസ്സിലൊരു കുട്ടിക്ക് അങ്ങനെ കൊറോണ സ്ഥിരീകരിച്ചൊരു സംഭവമൊന്നും എൻ്റെ അറിവിലില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവനെയും കൊണ്ട് പോയതായിരുന്നു. അത് ചെറിയ രീതിയിലൊരു മൂക്കൊലിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഇങ്ങനെ കുട്ടീനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്ന ടൈമിൽ നല്ല ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ജലദോഷം കൊണ്ടാണല്ലോ പോയത്, വേറെ പനിയോ വേറൊരു കാര്യങ്ങളില്ല, ഒരു തുമ്മലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ പോയി. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്തു. അപ്പം ഞാനിതൊരിക്കലും ആലോചിക്കുന്ന പോലുമില്ല, ഈ പോസിറ്റീവ് ആവുന്ന കാര്യം അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. കാരണം ജസ്റ്റ് തുമ്മൽ മാത്രമുള്ള കുട്ടിക്ക് എങ്ങനെ കൊറോണ പോസിറ്റീവ് ആവും, തുമ്മലല്ല ജലദോഷം മാത്രമുള്ള കുട്ടിക്ക് എങ്ങനെ കൊറോണ പോസിറ്റീവ് ആവുന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ അവിടെ എത്തിയപ്പം അവർ പറഞ്ഞു ടെസ്റ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അതിൻ്റെ ഉള്ളിലെങ്ങാൻ വന്നു. അപ്പം ഞാൻ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പം അവിടുത്തെ ആ ഒരു സിസ്റ്റർ പറഞ്ഞു പോസിറ്റീവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേൾക്കുന്നത് എന്ന് വെച്ചാൽ പോസിറ്റീവാണെന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇത് നെഗറ്റീവാണ്, കാരണം ഞാനത് ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് എവിടുന്ന് എന്താണ് ടെൻഷൻ വന്നത്, എന്തൊക്കെയാണ് ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. എവിടെ നിന്നൊക്കെയാണ് സങ്കടം വന്നത്, ഭയങ്കരമായിട്ട് ഇതായി. അപ്പം അവിടുന്ന് അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വടകര കൊണ്ടുപോകണമെങ്കിൽ അവിടെ പോയിട്ടും അഡ്മിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നെ അവിടെ നിന്ന് തന്നെ ഡോക്ടർ, അപ്പം ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു, നമുക്ക് അവിടെ ജസ്റ്റ് അവിടെ നിന്ന് പോരാം, എന്നിട്ട് വേറെ ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലേക്ക് പോയിക്കോ, വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ആശാവർക്കറോടൊന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അന്ന് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പം ഇങ്ങനെ കോള് വന്നു, വേറെ അതായത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പരിധിയിലുള്ള ആശാവർക്കറാണെന്ന് തോന്നുന്നു, അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊറോണയാണല്ലോ, കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ കുട്ടിക്ക്, നിങ്ങൾ ആരെങ്കിലും ആയിട്ടും സമ്പർക്കമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ ഞങ്ങൾ പ്രസവിച്ച് കിടക്കുകയാണ്, അങ്ങനെ ആരും വരുത്തും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ആൾ പറഞ്ഞു ഇങ്ങനെ ആശാവർക്കർ നിങ്ങളുടെ വാർഡിൽ ആ ഒരു ആശാവർക്കർ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ അറിയിച്ചപ്പം അവന് ചെറിയ രീതിയിലൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പനി എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ളൊരു ചൂട്, അത് എനിക്ക് തോന്നിയതാണോ എൻ്റെ ശരീരത്തിൻ്റെ ചൂടാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ പേടിയുണ്ടായിരുന്നില്ല, ചെറിയ പനി ആയതുകൊണ്ട് തന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആശാവർക്കർ വിളിച്ച് പറഞ്ഞപ്പോൾ ആശാവർക്കർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പനി ഉണ്ടെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ കൊറോണ കേസൊന്നും എടുക്കുന്നില്ല, നിങ്ങൾ പിന്നെ ജില്ലാ ഹോസ്പിറ്റലല്ല താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ ഇതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, അതായത് പിന്നെ ഈ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഉള്ളത് മെഡിക്കൽ കോളേജിലേക്കാണ്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് എത്തിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ ടെൻഷനായി. പിന്നെ കുട്ടി ആദ്യമായിട്ടാണല്ലോ ഇത്രയും ദൂരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്നത്, അതൊക്കെ കൊണ്ടായിരിക്കാം ഓൻ്റെ ശരീരം നല്ല രീതിയിൽ വിറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കിതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കൊറോണ വന്നതുകൊണ്ടുള്ള എന്തെങ്കിലും എഫക്റ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ എത്തിയപ്പം അവിടെയുള്ള പ്രൊഫസർമാരൊക്കെ ഞങ്ങളെ ചീത്ത പറയണം, അവിടുന്ന് ഞങ്ങൾ കുട്ടീനെ കാണിച്ചപ്പം അവിടെയുള്ള പ്രൊഫസർമാരൊക്കെ ഞങ്ങളെ ചീത്ത പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇത്രയും ചെറിയ കുട്ടീനെയും കൊണ്ട് ഇത്രയും ദൂരം വന്നത്, എന്തിന് ഈ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വന്നു, ഇവിടെ ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അപ്പം അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം വരും. ഈ ഒരു കൊറോണ എന്ന് പറയുന്ന സംഭവം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സാധാരണ വരുന്ന ജലദോഷപ്പനി പോലെയാണ്, അത് വന്നങ്ങ് പോകും. അപ്പം ഇവിടെ വന്നാൽ ഇതിലും വലിയ അസുഖങ്ങളാണ്, പകർച്ചവ്യാധികളൊക്കെ ഉള്ളതാണ്, കുട്ടിക്ക് അതൊക്കെ പകരും, അപ്പം വേറെ അസുഖങ്ങളായിരിക്കും വരിക. അപ്പം നിങ്ങൾ ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾ വേഗം വിട്ടോ, വന്ന വണ്ടിക്ക് തന്നെ സ്ഥലം വിട്ടോ, ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ കുട്ടിക്ക് ഒന്നും പറ്റില്ല, നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു ടെൻഷനും വെക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ല രീതിയിൽ എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഇത് ജസ്റ്റ് ഇങ്ങനെ നോർമൽ ടെമ്പറേച്ചറാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് അവരത് പറഞ്ഞ ടൈമിൽ എനിക്ക്
ഭയങ്കര ഒരു മനസ്സമാധാനമായിരുന്നു, ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ഒരു കുഴപ്പമില്ലല്ലോ, നമ്മളിവിടുന്ന് അത്രയും ദൂരം ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. നമ്മളിങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം എന്താ, സീരിയസ് ആയിട്ട് പോകുന്നവരല്ലേ മെഡിക്കൽ കോളേജിലൊക്കെ എത്തും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ രീതിയിൽ ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഈ ഒരു ടൈമിൽ ഒന്ന് പനി വന്നപ്പോഴും ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം അത്രയും നല്ല രീതിയിൽ ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. രാത്രി നല്ല രീതിയിൽ ഇങ്ങനെ പനി കൂടിയാൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്ത് ചെയ്യുന്നുള്ള ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പനി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ടൈമിലൊക്കെ നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും, അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് എടുക്കുകയാണെന്നാണല്ലോ വിചാരിച്ചത്. അത്രയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇതോടെ ഞാൻ നിർത്തി. കാരണം ഓൻ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വാശി പിടിച്ച് കളിക്കുമായിരുന്നു. പിന്നെ ഇത്രയും മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഓൻ്റെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പർ നല്ല രീതിയിൽ അവശയായിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനും അതിനുള്ള ഇതും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മരുന്നൊക്കെ ഓൻ കഴിക്കാനുള്ളത് തന്നെ 4 മരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതിങ്ങനെ ജസ്റ്റ് അതിൽ 1-2 ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പം ഞാൻ തന്നെ ഓർത്ത് പോയി ഇതെങ്ങനെയാണ് എൻ്റെ മോൻ കഴിക്കുക എന്നുള്ളത്. എന്തായാലും നമ്മൾ പിടിപ്പിച്ചും വലിപ്പിച്ചൊക്കെ കഴിക്കാനുള്ള പാടുള്ളൂ. അപ്പോൾ അതായത് ഈ 4 മരുന്നൊക്കെ ഒന്ന് കുടിക്കാനുള്ളതായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ തലം കറങ്ങി. എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി എന്തായാലും ഫുൾ ഡേ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടാറ്റാ.